നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ഉറക്കം മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഉറക്കക്കുറവെന്ന അവസ്ഥ ആരോഗ്യത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഉറക്കക്കുറവ് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിന്റെ പരിഹാരങ്ങൾ എല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ് ഡോക്ടർ ഹിയറിലൂടെ. കോഴിക്കോട് ടൈഗ്രിസ് വാലി വെൽനസ് ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ ജിബിൻ ആൻചാക്കോയാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. താങ്ക് യു. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇൻസോംനിയ അല്ലെങ്കിൽ ഈ ഉറക്കക്കുറവ്? എങ്ങനെയാണ് ഈ അവസ്ഥ നമുക്കുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നത്? ഇൻസോംനിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 8 hours സ്ലീപ്പാണ് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഉറങ്ങാറ്. ഒരു 6 hours 8 hours ഉറക്കം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് വരുന്ന ബ്രേക്കിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസോംനിയ എന്ന് പറയാം. എന്ന് വെച്ചാല് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അവേഴ്സ് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്കുന്ന് എണീക്കുന്നു, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നു. കൂടാതെ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല, ആ ഡേ ആക്ടിവിറ്റീസിൽ ഭയങ്കര ടയേർഡ്നെസ് തോന്നുന്നു, ഒന്നിനോടും ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരു ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഉറങ്ങാൻ പറ്റാതെ ആ ഉറക്കത്തിന്റെ ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്രേക്കേജിനെ നമുക്ക് ശരിക്കും ഇൻസോംനിയ എന്ന് പറയാൻ പറ്റും. കൂടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കർക്കീഡിയൻ ഋതമുണ്ട്, ഒരു ടൈം ക്ലോക്ക് ഉണ്ട്. അപ്പൊ ആ ക്ലോക്കിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസിനെ നമുക്ക് ഇൻസോംനിയ എന്ന് പറയാൻ പറ്റും. കാരണം എല്ലാവർക്കും ഒരു രാത്രി ഒരു 7 മണി തൊട്ടേ നമ്മുടെ ശരീരത്തില് ശരിക്കും മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തില് ഉറക്കത്തിന് സഹായിക്കുന്നത്. അപ്പൊ ആ ഹോർമോണിന്റെ റിലീസ് ഒരു 7 മണി തൊട്ടേ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുകയാണ് വൈകുന്നേരം. ഈ 7 മണി തൊട്ട് അതിന്റെ ഉൽപാദനം കുറയുകയും ആൾക്കാർ കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് കടന്ന് അവർക്കൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയെ നമുക്ക് ഇൻസോംനിയ എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ കുറച്ചു മാത്രം ഉറങ്ങാൻ കഴിയുക അല്ലേ ഡോക്ടർ? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്രയും മണിക്കൂർ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഈ ഉറക്കക്കുറവ് എന്നുള്ള കാര്യം തന്നെ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണെന്നല്ലേ? അതെ. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു കാരണമാണോ, അതോ കോമൺ കാരണം എന്ന് നമുക്ക് പറയാനുണ്ടോ? ഇൻസോംനിയ വരാനുള്ള മെയിൻ ആയിട്ട് നമുക്ക് 5 കാരണങ്ങളാണ് പറയാൻ പറ്റുക. ഒന്ന്, നമുക്ക് അഫ്കോഴ്സ് നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാൻ പറ്റുക. ഒരു പക്ഷേ ഉറക്കക്കുറവുള്ള ആ ഒരു വ്യക്തിക്ക് സൈക്കോളജിക്കൽ കോസ് ആണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഒരു പക്ഷെ അടുത്തിടെ ഉണ്ടായ ഏറ്റവും അടുത്ത ആരെങ്കിലും ഒരു മരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെന്റൽ ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ്, എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ട് അവരുടെ ലൈഫിന് അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രഷർ ആയിരിക്കാം. അങ്ങനെ സൈക്കോളജിക്കലി അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആൻഷൈറ്റി ഇഷ്യൂസ് വരുത്തുന്നത് അവർക്ക് സൈക്കോളജിക്കലി അവരുടെ ഉറക്കത്തെ കുറയ്ക്കാൻ കാരണമാകാം. അതാണ് ഒന്നാമത്തെ മെയിൻ ആയിട്ട് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന എല്ലാ ഏജുകാരിലും കണ്ടുവരുന്ന ഒരു മെയിൻ കോസ് ഓഫ് ഇൻസോംനിയ നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഇപ്പോ ചിലരെ സംബന്ധിച്ച് എസ്പെഷ്യലി ഈ നഴ്സുമാര്, മെഡിക്കൽ ഫീൽഡില് ഒക്കെ വർക്ക് ചെയ്യുന്ന IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അവരുടെ ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ കാരണം അവരുടെ ടൈമിങ്ങില് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് അവർക്കൊരു ടൈം ഫിക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അവരുടെ ഇന്റേണൽ ക്ലോക്ക് ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കാരണം, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഷെഡ്യൂളിലെ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു കാരണമാവാം. അത് രണ്ടാമത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ഡയറ്ററി കോസസ് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാല് പ്രോപ്പർ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി, സിങ്കിന്റെ ഡെഫിഷ്യൻസി, കൂടാതെ വൈറ്റമിൻ B12, അങ്ങനെ ഉറക്കം, ഈ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിനെ സഹായിക്കാതിരിക്കുന്ന ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മളുടെ ശരീരത്തിൽ കുറവാകുമ്പോൾ ഉണ്ടാകുന്ന കാരണവശാലും നമുക്ക് ഉറക്കം ഇല്ലാത്തൊരവസ്ഥ വരാം. അപ്പോൾ അതൊരു ഡയറ്ററി കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു മെഡിക്കൽ കോസ് ആയിരിക്കാം. ഒരു പക്ഷെ വേറെ വല്ല മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ
കൂടാതെ കിഡ്നി ഇഷ്യൂസ്, ഇതിന്റെയൊക്കെ മരുന്ന് എടുക്കുന്നവർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ട് തൈറോയിഡ് ഇഷ്യൂ, ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളവർക്കും ഉറക്കത്തിന് അതിൻ്റെതായിട്ടുള്ള ഉറക്കക്കുറവിന് കാരണങ്ങളാവാം. അപ്പൊ അതൊരു മെഡിക്കൽ കോസ് എന്ന് നമുക്ക് പറയാം. അഞ്ചാമതായിട്ട് എൻവയറമെന്റൽ കോസ് ആണ്. ഇപ്പൊ ചിലരെ സംബന്ധിച്ച് അവർക്ക് ചിലർ പറയുന്നതായിട്ട് നമുക്ക് അവരവർ കിടക്കുന്ന ബെഡും ആ റൂമും ആ സ്ഥലവും ഒക്കെ ഉണ്ടെങ്കിലേ അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് ഓഫ് ക്ലൈമാറ്റ്, വെതർ, ഇതൊക്കെ ഒരു കാരണവും ആവാം ഈ ഉറക്കമില്ലായ്മ എന്നുള്ള അവസ്ഥ വരാൻ. അപ്പം മൊത്തത്തിൽ 5 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇൻസോമിയ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകാറ്. ഇതിപ്പോൾ രോഗം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ജീവിതശൈലിയുടെ ഒരു പ്രശ്നം, അങ്ങനെയും കൂടെ നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു റീസൺസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഇത് ഒരു നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാവുന്ന ഒരു സംഗതിയാണ് ഇൻസോമിയ ആക്ച്വലി. ഈ അവസ്ഥ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് എത്രത്തോളം ഒരു ഗുരുതരാവസ്ഥയാണ് ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, എത്ര ദിവസം വരെ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോഴാണ്, ഒരു ഉറക്കക്കുറവ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിയെന്ന് മനസ്സിലാവുന്നത്? ഇതിന് നമുക്ക് ഇൻസോമിനിയയിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അക്യൂട്ട് ഇൻസോമിനിയ ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. അക്യൂട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു 1-2 ആഴ്ചയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് ഇത് പോകുന്നത് 3 മാസത്തോളം അല്ലെങ്കിൽ 3 മാസം അതിന്റെ മുകളിലേക്കായിട്ട് അവര് ഈ ഒരു ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് കാരണം കഷ്ടപ്പെടുമ്പോൾ അതൊരു ക്രോണിക് സ്റ്റേജിലേക്ക് ഇൻസോമിയ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 സ്റ്റേജ്, ഇതിൽ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അക്യൂട്ട് സ്റ്റേജ് ആണെങ്കിൽ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനും ബാക്ക് ടു നോർമൽ വരാനും സാധിക്കും. പക്ഷെ ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മെഡിക്കേഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഒരു സീരിയസ്നെസ് തീവ്രമാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പാനിക് അറ്റാക്ക്, ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാത്ത ആ ഒരു സ്റ്റേജിലേക്ക് ആ വ്യക്തിയുടെ ലൈഫ് തന്നെ ഒരു ത്രെട്ടനിങ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഇത് നമുക്ക് വലിയൊരു സീരിയസ് ഇഷ്യൂ ആവുകയും ഈവൻ നമ്മുടെ ലൈഫിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ തന്നെ ഈ ഉറക്ക ഗുളിക അത് ഒരുപാട് പേര് കഴിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് മാത്രമാണോ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ളത്? അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഈ ഉറക്കക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ? ഈ ജീവിതശൈലി കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ആക്കുക എന്നുള്ളത് കൂടി ഇതിന് ഈ ഉറക്കക്കുറവ് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്റ്റേജിനെ നമ്മൾ മനസ്സിലാക്കുക. അക്യൂട്ട് സ്റ്റേജിലാണ് നമ്മളുടെ ഇൻസോമിയ, ഉറക്കമില്ലായ്മ ഉള്ള പ്രശ്നം ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പ്രിവെന്റീവ് മെഷറായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ആ സ്റ്റെപ്പുകൾ എടുത്തതിന് ശേഷം മാത്രം അതിൽ നിന്നും ഒരു സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ മാത്രം മരുന്ന് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് അത് നമ്മൾ ചെയ്യണമെങ്കിൽ അവനവന്റെ ഡെഡിക്കേഷൻ വേണ്ടി വരും, കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് തെരഞ്ഞെടുക്കാൻ തയ്യാറാണ് ആ വ്യക്തിയെങ്കിൽ മരുന്ന് എന്ന് പറയുന്ന മെഡിക്കേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോകേണ്ട ആവശ്യം ഒരിക്കലും വരില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചേഞ്ച് ചെയ്യേണ്ടത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. അത് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മെഡിസിൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ഉറക്ക ഗുളിക കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും? ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? മരുന്നുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഡേ ടൈമിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുകയും വീണ്ടും ഒരു ഉറക്കത്തിന്റെ അനുഭവത്തിലേക്ക് പോവുകയും ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഒരു ശ്രദ്ധക്കുറവ് എല്ലാത്തിനോടും തോന്നുകയും പിന്നെ ഒരു ഓർമ്മ കുറവ് തോന്നുന്ന പോലത്തെ അവസ്ഥ. പിന്നെ ചിലരെ സംബന്ധിച്ച് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ അനുഭവപ്പെടാം. അവർക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡൈജഷൻ ഇഷ്യൂസ് അവർക്ക് വരാം. അങ്ങനെ ഇതിന്റെ പാർശ്വഫലങ്ങൾ ചെറിയ രീതിയിൽ അവരെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് മരുന്നെന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാതെ നാച്ചുറോപ്പതിയിൽ അല്ലെങ്കിൽ നാച്ചുറൽ വേയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
ഇപ്പൊ നമ്മൾ ഉറക്കമില്ലായ്മയെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചത്. ഇനി നല്ലൊരു ഉറക്കത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഓക്കെ. നല്ല ഒരു ഉറക്കത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു നമ്മൾ പറയില്ലേ പേഴ്സണൽ ഹൈജീൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു സ്ലീപ്പ് ഹൈജീൻ ആണ്. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഉറങ്ങുന്നു, കൃത്യസമയത്ത് എണീക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റേണൽ ക്ലോക്കിനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ സ്ഥാപിതമായിരിക്കുന്ന ആ ഒരു ടൈം ക്ലോക്കിനെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എണീക്കുന്നതിന് ഒരു ടൈം ഫിക്സ് ചെയ്യുക, രാത്രി കിടക്കുമ്പോൾ ഒരു ടൈമിനെ ഫിക്സ് ചെയ്യുക. ആ ഒരു ഹാബിറ്റിലേക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു ഋതം ഇഷ്ടപ്പെടുന്ന ഒരു ബോഡിയാണ് മനുഷ്യന്റെ ശരീരം. അപ്പോ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് യാത്ര ചെയ്യുമ്പോൾ ഒന്നും ഉറങ്ങിപ്പോവാത്ത ആരും തന്നെ ഇല്ല. നമ്മളെല്ലാവരും ഒരു ലോങ് ജേർണി വല്ല ആണെങ്കിൽ നമ്മളെല്ലാവരും വണ്ടിയിൽ തന്നെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങി പോകുന്നവരാണ്. അപ്പൊ അത് തന്നെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ നമ്മൾ ഊഞ്ഞാലിലിട്ടിട്ട് നമ്മൾ ആട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു ആട്ടലില് അല്ലെങ്കിൽ ആ ഒരു മോഷനില് കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിപ്പോകാറുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി ചെറുപ്പം തൊട്ടേ ഒരു ഋതം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ആ ഋതത്തിനെ നമുക്ക് ഈ ക്ലോക്ക് എന്ന് വെച്ചാൽ ഒരു സ്ലീപ്പിംഗ് ടൈം നമ്മുടെ ലൈഫിൽ ഒരു ഋതത്തിന്റെ ഒരു റെഗുലർ ഹാബിറ്റ് ആക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് ടൈമിനെ നമുക്ക് കൂട്ടാനും കൂടാതെ നമുക്കൊരു കംപ്ലീറ്റ് റിക്കവറി, റെസ്റ്റും റിക്കവറി രണ്ടും, ഈ റെസ്റ്റും റിക്കവറിയും ചെയ്യുന്നതാണ് ശരിക്കും സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ ഉറക്കക്കുറവിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മരുന്നിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും പരിശോധനകളുണ്ടോ? എങ്ങനെയാണ് ഇതൊരു ഉറക്കക്കുറവുണ്ട് എന്നുള്ളത് ഒരു രോഗം പോലെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒന്നാണോ? അതോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനായി വരുന്ന ഒരാളോട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവർ പറയുന്നതിൽ നിന്നാണോ ഈ ഉറക്കക്കുറവുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്? ഉറക്കക്കുറവിന്റെ കാരണം ആദ്യം കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ 5 കോസസ് ഉണ്ടല്ലോ, 5 കോസിൽ ഏതാണ് വന്ന വ്യക്തിക്ക് ഉറക്കമില്ലാത്തതിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചതെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ ഇതിനുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ പുനർപരിശോധനകളോ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡയറ്ററി കോസ് ആയിട്ട് അല്ലെങ്കിൽ പോഷകാഹാരത്തിന്റെ കുറവോ അല്ലെങ്കിൽ വേണ്ടുന്നത്ര വൈറ്റമിൻസ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഭക്ഷണം വളരെ കുറവ് കഴിക്കുന്ന ഒരാളാണ്, എന്നിട്ടുള്ള ഒരു ഉറക്കക്കുറവാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കിയതെങ്കിൽ ഉടനെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പൊ വൈറ്റമിൻ ഡി ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും ആൾക്കാരിൽ കുറവായിട്ട് കാണപ്പെടുന്ന ഒരു വൈറ്റമിൻ. അപ്പൊ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡി ടെസ്റ്റിനെ അവർക്ക് വിധേയമാക്കാം. തൈറോയ്ഡ് പ്രൊഫൈൽ ചെയ്യിപ്പിക്കാം. കൂടാതെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കാം. ഈവൻ ഹീമോഗ്ലോബിൻ, അനീമിക്ക്, അയണിന്റെ കണ്ടന്റ് ചിലപ്പോൾ ശരീരത്തിൽ കുറവായതുകൊണ്ട് ചിലപ്പോൾ ഉറക്കത്തിന് പ്രശ്നമാകുന്നതാവാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ഒരു ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്കൊരു ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ടെക്നിക്കോ കൂടാതെ യോഗ തെറാപ്പീസോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രെസ് ആൻസൈറ്റി ഒരു എക്സാമിനേഷൻ, ഒരു ടെസ്റ്റ് തന്നെ നമുക്ക് നോക്കി അതിൽ എത്ര സ്കോർ വരുന്നുണ്ട്, ഇവരുടെ സ്ട്രെസ് ലെവൽ എത്രയാണ്, ഏത് റേഞ്ചിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ, ഇപ്പം ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഈ കാലത്ത് ആളുകൾ രാത്രിയിൽ ഒരുപാട് സമയം ഇങ്ങനെ ഫോൺ നോക്കുന്ന ഒരു രീതി, അത് മിക്ക ആളുകൾക്കും ഉള്ളതാണ്. ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ നോക്കുന്ന ഒരു രീതി ഉള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള ഒരു സാധ്യത കൂടുതലാണോ? തീർച്ചയായിട്ടും സ്ക്രീൻ ടൈം വലിയൊരു കാരണമാണ്. ഇപ്പോ നമുക്കെല്ലാവർക്കും ഒരു മൊബൈൽ അഡിക്ഷൻ നമുക്ക് എല്ലാവരിലും ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രീൻ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈം പീരീഡ് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ ആധുനികമായിട്ട് ഇപ്പോ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് 10-3-2-1-0 ഈ ഒരു പോളിസിയെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോ 10 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 10 hours ഉറങ്ങുന്നതിന്റെ ഒരു 10 hours മുമ്പ് തന്നെ ഈ കോഫി, ടീ
നമ്മുടെ ശരീരത്തിന്റെ സ്റ്റിമുലേഷനെ കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്ന, ഉറക്കം ഇല്ലാതാക്കുന്ന ഈ ഒരു ചായ കാപ്പി പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ബീവറേജസ് ഒഴിവാക്കുക. ഇതിനകത്ത് 3 എന്ന് പറയുന്നത് 3 മണിക്കൂർ മുമ്പ്, ഉറങ്ങുന്നതിന്റെ 3 മണിക്കൂർ മുമ്പെങ്കിലും രാത്രിയിലെ ഡിന്നർ കഴിക്കുക. ഇതിനകത്ത് 2 എന്ന് പറയുന്നത് 2 hours മുമ്പെങ്കിലും നമ്മുടെ കംപ്ലീറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പ്രൊഫഷണൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി ഫ്രീ ആവുക. അതിനകത്ത് 1 എന്ന് പറയുന്നത് ബിഫോർ ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഒരിക്കലും മൊബൈൽ അടുത്ത് വെക്കാതിരിക്കുക. കീപ് ഇറ്റ് അസൈഡ്. നമുക്ക് കേൾക്കാൻ പാകത്തിന്, എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രം എടുക്കാൻ പാകത്തിന് ദൂരെ വെക്കുക, നമ്മുടെ അടുത്ത് വെക്കാതിരിക്കുക. ഇതിനകത്ത് 0 എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ഒരു അലാറം പ്ലേസ് ചെയ്യുക. ആ അലാറം അടിക്കുമ്പോൾ ഒരിക്കലും ഞാനത് സ്നൂസ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. അതിന്റെ ആദ്യത്തെ അലാറത്തിൽ തന്നെ ഞാൻ എണീക്കും എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഈ ഒരു 10, 3, 2, 1, 0 എന്നുള്ള ആ ഒരു പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ആ ഒരു ഫോളോ അപ്പിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ തിങ്സ് ബിക്കംസ് ഈസി ആൻഡ് വി ക്യാൻ മാനേജ്. നമുക്ക് നമ്മുടെ തന്നെ സ്ക്രീൻ ടൈം ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ശരി, വളരെ നന്ദി ഡോക്ടർ. എന്തായാലും ഉറക്കമില്ലായ്മ എന്നുള്ളൊരു അവസ്ഥ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കോഴിക്കോട് ടൈഗേഴ്സ് വാലി വെൽനസ് ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ ജിബിൻ ആൻചാക്കുവാണ് നമ്മളുടെ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകിയത്. ഡോക്ടർ, വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.